വള്ളുവനാട് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ വന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും ഇൻഫ്ലുവൻസർമാർ കുറച്ച് പേര് എല്ലാവരും കൂടി ഒറ്റപ്പാലത്തുള്ള എല്ലാവരും കൂടി വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഒറ്റപ്പാലത്തെ വള്ളുവനാട് ഫെസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അറിയാത്തവർ ഈ വീഡിയോ കാണുന്നവർ ഇവിടെ വന്നിട്ട് ഇത് കണ്ട് എൻജോയ് ചെയ്യട്ടോ. കടലിനടിയിൽ പലതരത്തിലുള്ള പല വെറൈറ്റി പല ചെറുതും വലുതുമായ ഒരുപാട് മീനുകളുടെ വൻ ശേഖരം തന്നെ ഇവർ നമുക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ എല്ലാ ഭാഗങ്ങളിലും ഇത് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പല നമ്മൾ കാണാത്ത തരത്തിലുള്ള ഫിഷുകളും അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടൊക്കെ ഒന്ന് കാണിക്കണം, മൈൻഡ് റിലാക്സ് ചെയ്യണം. പഠിക്കുന്ന മക്കൾക്കാണെങ്കിലും അവരെ കൊണ്ടുവന്ന് കാണിക്കുക, പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് അവരെയും കൊണ്ടുവന്ന് കാണിക്കുക. അവർക്കൊക്കെ ഒരു കൗതുകമാവും, മൈൻഡ് റിലാക്സ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ഫാമിലിയായിട്ടും ഫ്രണ്ട്സുകളായിട്ടും സ്കൂൾ കുട്ടികൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഒരു മാസം ഈ ഒരു ഫെസ്റ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവരിവിടെ ഈ ഫെസ്റ്റ് കൊണ്ടുവന്നത് ഇപ്പോൾ കൊണ്ടുവന്ന് കടലിനടിയിൽ മീൻ, അവതാറ് ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഇവർക്ക് വിജയിപ്പിച്ച് കൊടുത്താൽ പിന്നെ ഇവർ ഓരോ വെറൈറ്റി നമുക്ക് ഈ ഒറ്റപ്പാലക്കാർക്ക് കാണാൻ വേണ്ടി കൊണ്ടുവരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വരിക, ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക. ചെറുതും വലുതുമായ പല തരത്തിലുള്ള വെറൈറ്റി ഫിഷുകളാണ് കേട്ടോ. എന്തായാലും നമ്മൾ കാണാത്തതും നമ്മളിപ്പോൾ ഈ കടലിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് കാണുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെന്ന് ഇത് കണ്ട ഒരു ഫീല് കിട്ടും. അപ്പോൾ അത് നേരിട്ട് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റപ്പാലത്ത് ഇത് അവതാറിൻ്റെ തുടക്കം കുറിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങളിവിടെ വരിക. ഇതിൻ്റെ അകത്തു കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് നല്ല കൂളിങ്ങും നല്ലൊരു ഫ്രഷ് മൈൻഡും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വന്നിട്ട് കണ്ട് ആസ്വദിച്ചാലേ ഇതിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഓരോരുത്തരും വന്ന് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയണം. എന്തായാലും ഞാനിപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ തന്നെ 2 പ്രാവശ്യം പോവൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ടിക്കറ്റിന് വരുന്നത് 100 രൂപയാണ്, ഒരാൾക്ക് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് ഇനി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? എൻ്റെ പേജുണ്ട് ഇൻസ്റ്റയിൽ, ഞാൻ സീനത്ത് എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഞാനിതേപോലെ തന്നെ ഈ കാവിൻ്റെ അവിടെയാണല്ലോ ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ഒറ്റപ്പാലം ചെനക്കത്തൂർ കാവിൻ്റെ അവിടെയാണ് ഈ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങളവിടെ വരുമ്പോൾ എന്തായാലും എൻ്റെ പേജ് ഫോളോ ചെയ്ത് കാണിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മളിന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സീനത്ത് എന്ന പേജിൽ. അപ്പോൾ നിങ്ങൾ എൻ്റെ പേജ് കാണുക. ഇഫ മേക്ക് ഓവർ എന്ന എൻ്റെ വർക്കിംഗ് പേജും ഉണ്ട് കേട്ടോ, അതും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി ഇതിൽ എൻ്റെ ഫ്രണ്ട് ഫിഷിൻ്റെ ഇപ്പോൾ നമ്മളവിടെ ഫിഷ് കണ്ടില്ലേ, ആ കണ്ട അതിലുള്ള ഫിഷുകൾ അതേപോലെയുള്ള ഫിഷുകൾ സെയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് വർഷ. അപ്പോൾ അതിൻ്റെ സ്റ്റാൾ ഇവിടെ ഇടുന്നുണ്ട്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ പോകുമ്പോഴേക്കൊക്കെ ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും അവരിൽ നിന്ന് ഫിഷ് മേടിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഫിഷ് വയ്ക്കേണ്ടതും ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് വാങ്ങി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് വെറൈറ്റികൾ കേട്ടോ. മിഠായിൻ്റെ ഒക്കെ വൻ ശേഖരം, അച്ചാറുകളാണെങ്കിൽ പറയേ വേണ്ട. നമ്മൾ കാണാത്ത തരത്തിലുള്ള ഉപകരണങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണെന്ന് അറിയാം. ഇവിടെ വരുമ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്ന് നമുക്ക് തന്നെ അറിയുന്നത് അല്ലേ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഓരോ തരത്തിലും വെറൈറ്റി സാധനങ്ങളാണ്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം മക്കളെ കൊണ്ടും മുതിർന്നവരെ കൊണ്ടും നമ്മുടെ ഫാമിലിയുള്ളവർ വയസ്സായവരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവരെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കും കേട്ടോ. അപ്പോൾ അവരിതൊക്കെ ഒന്ന് വന്ന് കണ്ട് ആസ്വദിക്കട്ടെ. എന്തെല്ലാം ഐറ്റംസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഏരിയയിൽ വരുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. പെർഫ്യൂമൊക്കെ ഒരുപാട് വെറൈറ്റി സ്മെല്ലുകൾ കൂടിയിട്ടുണ്ട് കേട്ടോ. സ്നാക്സിൻ്റെയൊക്കെ ഐറ്റംസ് പല തരത്തിലാണ്.
അപ്പം എന്തായാലും കുട്ടികളെ കൊണ്ട് എന്തായാലും വരുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു കൗതുകമാവും. ഈ ഫോണിൽ കുത്തിയിരിക്കുന്ന മക്കളെയും കൊണ്ടൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് വരിക കേട്ടോ. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ, അതായത് സ്കൂള് വിട്ടിട്ട് കുട്ടികളെയും കൊണ്ട് ഇവിടെ വരിക, ശനി ഞായറൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ കുട്ടികളെയും കൊണ്ട് കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് നീതു ഉണ്ട്, അവളും ഇതേമാതിരി കേക്കിൻ്റെ സ്റ്റാൾ ഇടുന്നുണ്ട്. അവളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഇവിടെ വരുമ്പോൾ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് ഈ ഒരു വൈബ് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഞാനിവിടെ വന്നിരിക്കുന്നത് 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. നമുക്ക് അത്രയും ഒരു വൈബ് കിട്ടുന്നുണ്ട് ഇവിടെ, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരിക, ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെയല്ലേ ഇവർ ഇനിയും വെറൈറ്റി ഐറ്റംസുമായിട്ട് നമ്മുടെ അടുത്ത് വരുള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്ത് വന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഭാഗത്തുള്ളവർക്കും വരാട്ടോ, ഞാൻ ഒറ്റപ്പാലക്കാരെ മാത്രം പറയുന്നില്ല, എല്ലാവർക്കും വരിക. എല്ലാവരും വന്നിട്ട് ഒരു ഒറ്റപ്പാലത്തുള്ളവർ മാത്രം വന്നാൽ പോരല്ലോ ഇവർ. അപ്പം അതേപോലെ തന്നെ പലതരത്തിലുള്ള വെറൈറ്റി അച്ചാറുകൾ ഇങ്ങനെ വായയിലിങ്ങനെ വെള്ളം ഊറും തരത്തിലാണ് കേട്ടോ ഈ അച്ചാറുകളൊക്കെ. എന്തായാലും ഈ അച്ചാറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കാൻ കഴിയില്ല, അത്രയും വെറൈറ്റി അച്ചാറുകളുണ്ട്. കുട്ടികൾക്കാണെങ്കിലോ അമ്യൂസ്മെൻറ്റ് റൈഡ്, എന്തായാലും മക്കൾ ഇതൊന്നും യൂസ് ചെയ്യാതിരിക്കില്ല. അപ്പോൾ മക്കളെയും കൊണ്ടും മുതിർന്നവരെ കൊണ്ടും ഒക്കെ വരിക, ഇവിടെ വന്നിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ ലോങ് ഒക്കെ പോയിട്ട് ഇത് കണ്ട് ആസ്വദിക്കണേക്കാളും നല്ലതല്ലേ ഉപ്പിലിട്ട ഐറ്റംസുകൾ. നമ്മുടെ ഒരു ഫേമസ് ആയ ഒരു ചേട്ടനാണ് മിനിറ്റുകൾ കൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കുപ്പിയിലാക്കുന്ന ഒരു സംഭവം. നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രയും സ്പീഡിലാണ് ഈ ചേട്ടൻ ചെയ്യുന്നത്. അതന്നെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഉപ്പിലിട്ടത് വാങ്ങാതെയും ഇവിടെ നിന്ന് ആരും പോവില്ല, അത്രയും വെറൈറ്റി ഐറ്റംസാണ് ഉപ്പിലിട്ട സംഭവങ്ങൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. കുട്ടികളുടെ ഗെയിമും കുട്ടികൾക്ക് കളിക്കാനൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാനും